പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പോസിറ്റീവായിട്ടിരിക്കുമെന്ന്, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ ശരിക്കും പറഞ്ഞാൽ? എന്നാൽ പലപ്പോഴും പോസിറ്റീവായിരിക്കൂ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, അങ്ങനെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല സാധാരണ ഒരു മനുഷ്യന് എന്ന്. ആക്ച്വലി പലർക്കും അറിയില്ല ഈ പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ. പലരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് തോട്ട്സേ മനസ്സിൽ വരാവുള്ളൂ എന്നാണ്. ബട്ട് ആക്ച്വലി ദാറ്റ് ഈസ് നോട്ട് ദി റൈറ്റ് തിങ്. പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു സാഹചര്യത്തിനെയും പോസിറ്റീവായി കാണുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പം നമുക്ക് ചിലപ്പോൾ അറിയാമല്ലോ, ഇപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ തോട്ട്സ്, നമ്മുടെ മൈൻഡിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് മറ്റൊരാളുടെ ഇമോഷൻസോ മൈൻഡോ തോട്ട്സോ ഒന്നും കൺട്രോൾ ചെയ്യാനുള്ള പവർ നമുക്കില്ല, അല്ലേ? അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ സ്വാഭാവികമായിട്ട് ഐ നോ ദാറ്റ് എ ക്വസ്റ്റ്യൻ മൈറ്റ് ബി അറൈസിങ് ഇൻ യുവർ മൈൻഡ്, ലൈക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ചുറ്റും പല കാര്യങ്ങൾ, പലരും ഇപ്പം നമ്മൾ ഇത്രയും പോസിറ്റീവൊക്കെ ആയെന്നിരുന്നാലും പലരും കാണുമല്ലോ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ കാണും, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വരാം, അല്ലേ? ബിക്കോസ് നമ്മൾ പോസിറ്റീവാണെന്ന് പറഞ്ഞാലും ചുറ്റും നെഗറ്റീവായിട്ടുള്ള സർക്കംസ്റ്റൻസസ് വരാം. ഇറ്റ് ക്യാൻ അഫക്റ്റ് അസ് ഓൾസോ, അല്ലേ? അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലും പോസിറ്റീവ് ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കി കാണാനായിട്ട് ശ്രമിക്കുക. അതിനെയാണ് പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഇപ്പം നെഗറ്റീവ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ പല സിറ്റുവേഷൻസും വരാം, അല്ലേ? ഇപ്പം ഒരാൾ നമ്മളോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പം എന്താ ആക്ച്വലി യൂഷ്വലി സംഭവിക്കുന്നത് എന്താണ്? ഈ ഒരു സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി എല്ലാവരും പറയും, എനിക്ക് എങ്ങനെ ഒരു സാഹചര്യത്തിൽ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്നതാണ്. മോശമായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴും നമ്മൾ അതിലും പോസിറ്റീവായിട്ട് കാണാൻ നോക്കണം. അതും എന്തോ നല്ലതിനാണ്. ബിക്കോസ് ആളങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്തതുകൊണ്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അല്ലേ, ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി, അല്ലേ? നമ്മൾ അതിൽ നിന്ന് ആക്ച്വലി വി ഹാവ് ലേൺഡ് എ ലെസൺ ഫ്രം ദാറ്റ്. ഇനിയിപ്പം അതല്ല, നമ്മളിപ്പം ഒരു കാര്യം ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തു. ഇപ്പം നമുക്കൊരു ബസ്, അല്ലേ, നമ്മളൊരു ട്രാവൽ വി ആർ പ്ലാൻ ഫോർ എ ട്രിപ്പ്, ഒരു ട്രിപ്പിന് പോകാനായിട്ട് ഇരിക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താ പറയുക, ഫ്ലൈറ്റ് അല്ലെങ്കിൽ ബസ് മിസ്സായി. ആ ഒരു സാഹചര്യത്തിലും ഓക്കെ, നമ്മൾ പെട്ടെന്ന് അങ്ങ് നെഗറ്റീവ് ആവും, അല്ലേ? പലരും നമ്മൾ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് ദേഷ്യമാവുന്നതൊക്കെ. ആ ഒരു സമയത്തും ജസ്റ്റ് ടെല്ലിങ് യുവർ മൈൻഡ് അടിപൊളി. നമ്മൾ അപ്പോഴും വിചാരിക്കുക എല്ലാം നല്ലതിനാണ്. അതും നല്ലതിനായിരിക്കാം. വി ഡോണ്ട് നോ, ഇറ്റ്സ് ഇറ്റ്. ഇതിൻ്റെയൊക്കെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പല എന്താ പറയുക ഹോളി ബുക്സിലും പറയുന്നത് പോലെ എല്ലാം, ഏതൊരു റിലീജിയൻ എടുത്താലും എല്ലാത്തിലും പറയുന്നത് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നാണ്, അല്ലേ? ഈ പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി വി ഷുഡ് സറണ്ടർ ടു ഗോഡ്. നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം നമുക്ക് വരുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ അത് നല്ലതിന് തന്നെ ആയിരിക്കും, അല്ലേ? അപ്പം നമുക്കറിയാം, നമ്മൾ ചെറുതിലേ നമ്മുടെ പാരൻസിനെ ട്രസ്റ്റ് ചെയ്താണ് നമ്മൾ ഇത്രയും വലുതായി വന്നത്, അല്ലേ? അന്ന് നമുക്ക് അറിയില്ല, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പാരൻസ് എന്താണോ നമുക്ക് ചെയ്തു തരുന്നത് അതാണ് നല്ലത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് വിശ്വസിച്ച് നമ്മൾ വളർന്നു വരുന്നു, അല്ലേ? അതാണല്ലോ സത്യം. അതേപോലെ ബിക്കോസ് വി നോ ദാറ്റ് നമ്മുടെ പാരൻസ് എപ്പോഴും നമുക്ക് നല്ലതേ ചെയ്യത്തുള്ളൂ. അതേ ഒരു വിശ്വാസം നമുക്ക് ദൈവത്തിലുണ്ടായിരിക്കണം. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ വാട്ട് എവർ ഹാപ്പൻസ്, അതിപ്പം നെഗറ്റീവ് ഒരു സിറ്റുവേഷൻ ആകാം, നെഗറ്റീവ് ആൾക്കാരുമായിട്ടുള്ള ഇടപഴകലാകാം, പലതുമാകാം, വാട്ട് എവർ ഹാപ്പൻസ് അതിലെല്ലാം നമ്മളൊരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ നോക്കാം. ബിക്കോസ് ഇപ്പം നമ്മൾ മനുഷ്യരെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല, അല്ലേ? അപ്പം നമ്മളിപ്പോൾ ചില ആൾക്കാരെ മോശമെന്ന് കാറ്റഗറൈസ് ചെയ്യും, ചില ആൾക്കാരെ നല്ലതെന്ന് കാറ്റഗറൈസ് ചെയ്യും. ആക്ച്വലി ഈ മോശമെന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന ആൾക്കാരിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ കാണും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അവരുടെ പോസിറ്റിവിറ്റിയിൽ മാത്രം നോക്കുക. വൈ ഐ എം ടെല്ലിങ് ദിസ് ഇസ്, നമ്മുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ്, അതായത് നമ്മൾ നോക്കിക്കാണുന്ന ആ ഒരു രീതി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ പിന്നെയും പോസിറ്റീവ് കാര്യങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ശരിക്കും സത്യമാണ്. വൈ? ബിക്കോസ് ഇപ്പം
ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ചിട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ചിട്ട് ആക്ച്വലി നമ്മൾ എന്താണോ തിങ്ക് ചെയ്യുന്നത്, നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് സമ്പർക്കമുള്ളത്, അതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം ഒരു സാഹചര്യം മോശമായിട്ട് വന്നാൽ പോലും അതിലെ പോസിറ്റിവിറ്റി നമ്മൾ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമുക്കൊരു മോശമായ ഒരു ഇൻസിഡൻറ്റ് വന്നു, അപ്പോഴും നമ്മളത് എന്തോ നല്ലതിനാണ് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ, അതായത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്, അത് ഡെഫിനറ്റ്ലി അതൊരു നല്ലതിന് തന്നെ ആയിരിക്കും. നമുക്ക് അത് അപ്പം മനസ്സിലാകത്തില്ല, പക്ഷേ പിന്നീട് ഒരു സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ പല സംഭവങ്ങൾ നിങ്ങൾ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അത് നല്ലതിനായിരുന്നു. അന്ന് ഒരു പക്ഷേ അന്ന് നമ്മൾ വിചാരിക്കും അത് നടന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. ബട്ട് ദെൻ അത് നടക്കാതെ പോയത് എന്തോ നല്ലതിനായിരുന്നു എന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾക്കത് മനസ്സിലാവും, അല്ലേ? മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ ഇപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മളെപ്പോഴും എന്തൊക്കെ സംഭവിച്ചാലും ലൈഫിൽ എന്തൊക്കെ തരം ആൾക്കാരുമായി നമ്മൾ സമ്പർക്കം വെച്ചാലും ആക്ച്വലി ഇഫ് യു ആർ ലുക്കിംഗ് ടു ദി പോസിറ്റീവ് ഓൺലി, വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ മൈൻഡിൽ നമ്മളൊരു പാറ്റേൺ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് വന്നാലും ശരി നമ്മൾ പോസിറ്റീവേ കാണുന്നുള്ളൂ. ഒരു ഫ്ലൈറ്റ് മിസ് ചെയ്താലും നമ്മൾ മനസ്സിലപ്പോൾ ഉടനെ അടിപൊളി, ഓക്കെ, ഓൾ ഇസ് വെൽ ആൻഡ് എവറിത്തിങ് ഇസ് ഫോർ ദി ഹയസ്റ്റ് ഗുഡ്. ഇതൊരു പവർഫുൾ അഫർമേഷനാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പറയാവുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാം നല്ലതിനാണ്, എനിക്ക് നല്ലതേ വരത്തുള്ളൂ, എനിക്ക് ദൈവം നല്ലതേ വരുത്തത്തുള്ളൂ എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ പറയാം. എന്തൊരു മോശം സാഹചര്യം വന്നാലും ഉടനെ ഇതങ്ങ് മനസ്സിൽ പറയാം. ഇതൊന്ന് ചെയ്തു നോക്കൂ, ഡെഫിനറ്റ്ലി. ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമ്മളിങ്ങനെ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും, എല്ലാ ആൾക്കാരിലും, എല്ലാ സാഹചര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ നോക്കുമ്പോൾ അവർ മൈൻഡ് ആക്ച്വലി ഒരു പാറ്റേൺ നമ്മുടെ മൈൻഡിൽ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാലക്രമേണ വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് പിന്നെ അത് വിസിബിൾ ആകും, നമ്മൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതായിട്ട്. അപ്പോൾ ഈവൻ ദോ ഒരു ബാഡ് സിറ്റുവേഷൻ വന്നാൽ തന്നെയും അതിൽ നിന്ന് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് മാറിപ്പോകാനായിട്ട് സാധിക്കും. മാറിപ്പോകാൻ ഇൻ ദി സെൻസ് അതിനുള്ള സാഹചര്യവും ദൈവം കൊണ്ടെത്തിച്ചു തരും. അതുകൊണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും എല്ലാവരും പറയാറുണ്ട് പോസിറ്റീവായിട്ടിരിക്കുമല്ല. ഇപ്പോൾ ഇതാണ് പോസിറ്റീവായിട്ടിരിക്കും എന്ന് പറയുന്നതിൻ്റെ ശരിക്കും പറഞ്ഞാലുള്ള അർത്ഥം. അതായത് ശരിക്കും നമ്മൾ എപ്പോഴും വാട്ട് ഹാപ്പൻസ് എല്ലാവരും ഭയങ്കര ബിസിയാണ് ഇൻ ടോക്കിംഗ് ടു അതേഴ്സ്, അല്ലേ? നമ്മളെല്ലാവരോടും സംസാരിച്ച്, പക്ഷെ നമ്മളോട് തന്നെ സംസാരിക്കാനായിട്ട് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മളോട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് ഉറക്കെ സംസാരിക്കുക എന്നുള്ളതല്ല, നമ്മളോട് സംസാരിക്കാം. അതായത് നമുക്കിപ്പം ഞാൻ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പറയണ്ടല്ലോ. പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി വി ആർ വെരി ഹാപ്പി, അല്ലേ? അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാൽ പോലും അപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയേണ്ടത് ഇതാണ്: എല്ലാം നല്ലതിനാണ്, എനിക്ക് നല്ലതേ വരത്തുള്ളൂ, എനിക്ക് ദൈവം എങ്ങനെയായിരുന്നാലും നല്ലതേ കൊണ്ടുവരത്തുള്ളൂ. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, അതാണ് ദൈവത്തിലുള്ള ട്രസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് പോസിറ്റിവിറ്റി എന്നും പറയുന്നത്. നിങ്ങൾ ഏതൊരു ഹോളി ബുക്ക് എടുത്തു വെച്ച് നോക്കിയാലും, ഏതൊരു റിലീജിയൻ്റെ അതിലൊക്കെ പറയുന്നത് ഈ വിശ്വാസം എന്ന് പറയുന്നത് അതാണ് പോസിറ്റിവിറ്റിയും പറയുന്നത്. പക്ഷേ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് തന്നെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സാധാരണ ആൾക്കാർക്ക് അതൊന്നും പറ്റില്ല എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ സാധാരണ ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മോശം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ മോശമായ ആൾക്കാരുമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാലും നമ്മുടെ മനസ്സിനെ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സ് ഇൻ ദി സെൻസ് തോട്ട്സ്, വി ക്യാൻ ഓൺലി കൺട്രോൾ ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? അപ്പം നമ്മൾ അത് മാറ്റുന്നതിൽ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. ആദ്യം ചിലപ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും, ബിക്കോസ് വി ഷുഡ് ബി അവെയർ ഓഫ് വാട്ട് എവർ ആർ തോട്ട്സ് ആർ, അല്ലേ? പെട്ടെന്നൊരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മളിപ്പം തുടക്കക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തുടക്കക്കാർക്ക് ചിലപ്പം ആദ്യമേ ഇപ്പം നമുക്കൊരു ഫ്ലൈറ്റ് മിസ്സാവുകയാണ്, അപ്പം നമുക്ക് പെട്ടെന്നൊരു ദേഷ്യം വരാം, ഒരു വിഷമം വരാം. പക്ഷേ ഇത് കാലക്രമേണ ഇഫ് യു ആർ പ്രാക്ടീസിങ് ദിസ്, ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു മൈൻഡ് പാറ്റേൺ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഉടനെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊളീഗ് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു, അപ്പോൾ വരുമ്പോൾ ഉടനെ നമുക്ക് ഇറിറ്റേറ്റഡ് ആകാതെ വിൽ ബി തിങ്കിങ്, ഓ അടിപൊളി,
ഓൾ ഈസ് വെൽ ആൻഡ് എവറിത്തിങ് ഈസ് ഫോർ ദി ഹയസ്റ്റ് ഗുഡ്. യു ട്രസ്റ്റ് ഇൻ ഗോഡ്. എല്ലാം നല്ലതിനാണ് എന്നുള്ള ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ലൈഫിൽ പിന്നെയും പിന്നെയും നല്ലത് വന്നുകൊണ്ടിരിക്കും. നമുക്ക് പിന്നെയും പിന്നെയും ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക്സ് പറയാനുള്ള സാഹചര്യങ്ങൾ ഡെഫിനറ്റ്ലി ദൈവം കൊണ്ടുവരും. അത് സത്യമാണ്. ഇത് ഞാൻ ചെയ്തു നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളിത് കൺസിസ്റ്റൻസിയോടുകൂടി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനും സാധിക്കും. എപ്പോഴും നമുക്ക് ലൈഫിൽ സക്സസ് വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ. ഇനിയും ഞാൻ ഇതുപോലെയുള്ള ഒത്തിരി പലർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ബിക്കോസ് ഞാൻ പൊതുവേ പലരിലും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ, ബിക്കോസ് ഞാനിത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻസി ആണ് ദി കീ എന്നുള്ളത് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ത്രൂ മൈ ലൈഫ് എക്സ്പീരിയൻസസ്. അപ്പോൾ അതുകൊണ്ട് ഐ തോട്ട് ലൈക്ക് ഐ കുഡ് ഹെൽപ്പ് അതേഴ്സ് ഓൾസോ. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വിച്ച് ഐ ആം ഡൂയിങ് ഇറ്റ് എവറി ഡേ, എനിക്കത് മറ്റുള്ളവരിൽ എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. മാത്രമല്ല ഞാൻ പേഴ്സണൽ കോച്ചിങ്, ദാറ്റ് ഈസ് 1-to-1 കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട്. പലർക്കും കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് അത് വളരെ യൂസ്ഫുള്ളുമായിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സന്തോഷം കണ്ടെത്തുന്നുമുണ്ട്. So if you want to know about my personal coaching sessions, that is happiness coaching sessions, അത് പേഴ്സണലായിട്ട് 1-to-1 സെഷൻസ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ദെയർ ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അത് നോക്കി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ.